അപ്പോൾ ദാ നമ്മുടെ നോമ്പ് തുറൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതാ ഇന്നലെ ഇതുവരെയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ നമ്മുടെ കുറച്ച് ഒരു സൽക്കാരമൊക്കെ ആകുമ്പോൾ, ഒരു നോമ്പ് തുറക്കെ ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, തിരക്കുണ്ടാവും എന്നൊക്കെ ഉള്ളതും. അതിനപ്പോൾ ഇന്നലെ ഒരു ഉച്ചയായോട് ഒരു 2-2:30 കൂടിയാണ് കേട്ടോ തുത്തും ഇമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. തുത്തു ഓൾറെഡി അവിടെ മഞ്ചേരി ഉള്ളതുകൊണ്ട് എന്താ പറയുക, അമ്മയും ഓളും ആദ്യം ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് ഇരിക്കാമല്ലോ. പിന്നെ കാര്യമായിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഈ തരിക്കഞ്ഞി എന്ന സംഭവം ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. പാലക്ക കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു കണക്ക് കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇമ്മാനോട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഉടനെ തന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ തട്ടിമുട്ടി സംസാരിച്ചിരുന്ന ശേഷം ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തേങ്ങാപ്പാൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരണ്ടുന്നതും പാലെടുത്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഉമ്മാക്ക് അവിടെ നിന്ന് ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ റവ കാര്യങ്ങൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മക്ക് അങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം പെരുമാറുന്ന ഒരു അടുക്കളയല്ലല്ലോ ഇത്. അപ്പം ഉമ്മക്കൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും, അപ്പോൾ ഏതാ പാത്രം അങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങനെ അവിടെ നിൽക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് തുത്തുവിൻ്റെ വലിയ മോനാണിത്, റെയിനുട്ടം വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന ആദ്യം അവർ കടയിൽ ഓടുക. കാരണം അവർക്ക് അവിടെ കോഴിക്കോട് അങ്ങനെ അടുത്ത് കടയിൽ പോവാം, എന്തെങ്കിലും പോയി സ്വന്തം പോയി വാങ്ങാമെന്നൊന്നും ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പം ഇവിടെ വരുമ്പോഴാണ് ഇവർ ആ ഒരു പൈസയൊക്കെ നമ്മളെടുത്ത് പൈസയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ചെറിയൊരു എന്താ പറയുക നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ അടുത്തടുത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടാവുമല്ലോ. അപ്പോൾ ഇതും സ്ഥിരം പോയി വരുന്നതുകൊണ്ട് അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇവർ വന്നാൽ മൂന്നാളും കൂടി ഒരുമിച്ച് അങ്ങനെ മുട്ടായി വാങ്ങാൻ ജ്യൂസ് വാങ്ങാനൊക്കെ പോട്ടോ. അങ്ങനെ ഇവിടെ അപ്പോൾ അത് ഭയങ്കര ത്രില്ലാണ് അവർക്ക്. കാരണം എന്താ വെച്ചാൽ പൈസക്ക് വാങ്ങി സ്വന്തം പൈസക്ക് വാങ്ങുക, നമ്മൾ ഒറ്റയ്ക്ക് വാങ്ങാമെന്നൊക്കെ പറയുമ്പോൾ അവരെന്തോ വലിയ കുട്ടികളായി എന്നുള്ള ഒരു തോന്നലാണ് കേട്ടോ അവർക്ക്. അപ്പോൾ അങ്ങനെ വാങ്ങി വന്നപ്പോൾ ജ്യൂസ് വാങ്ങിയത് ഒരു കുപ്പി ജ്യൂസാണ് വാങ്ങിയത്. ബാക്കി എന്തൊക്കെയോ അതും ഇതൊക്കെ വാങ്ങി മുട്ടായൊക്കെ വാങ്ങിയിട്ട് ഒരു കുപ്പി ജ്യൂസാണ് വാങ്ങിയത്. അപ്പോൾ ആ ജ്യൂസ് 3 പേർക്കും ഒരേപോലെ റെഡിയാക്കി തരുമോ ചോദിച്ചിട്ടാണ് അവർ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 ആൾക്കും ഒരേപോലത്തെ ഗ്ലാസ്, അതായത് വേറെ വേറെ ഗ്ലാസ് ആകുമ്പോൾ ഇതിൽ കുറച്ച് കൂടുതലുണ്ട് ഇതിൽ കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയുമല്ലോ. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ 3 ആൾക്കും ഒരേപോലത്തെ ഗ്ലാസ് വെച്ചിട്ട് ഒരേപോലെ ജ്യൂസ് പാർന്ന് ഒപ്പിച്ച് കൊടുത്ത കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി അതും കയറ്റി അവർ പോയി. ഇനി ഞാനും ഇതാ കിച്ചണിലേക്ക് തന്നെ വന്നു കേട്ടോ. തുത്തു അവിടെ ഐറൂസിനെ കൊണ്ട് കളിപ്പിച്ചുന്ന ഒരു തിരക്കിലാണ്, അവിടെ കുത്തിമറിഞ്ഞ് കൊണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ചിക്കൻ കറിക്കും, കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ തരിക്കഞ്ഞിക്കോ ചിക്കൻ കറിക്ക് ഞാൻ വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ ഇട്ടിട്ടാണ് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുക. അല്ലാത്തേക്കും നമുക്കിപ്പോൾ പാലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിലും തേങ്ങാപ്പാലേക്ക് നമുക്ക് ചീരുള്ളി അങ്ങനെ ഒന്നും ഇടണ്ടല്ലോ, തേങ്ങാപ്പാൽ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റ പാലാണ് ഉണ്ടാക്കി വെച്ചത്. അത് വേറെ വെച്ച് ഇത് വേറെ വെച്ച് അതിനൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ, അല്ലെങ്കിലേ തിരക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു പറയുമ്പോൾ ഒന്നും ഫുഡ് ഉണ്ടാക്കുന്നില്ല വീട്ടിൽ. ആകെ ചിക്കൻ കറി, ചിക്കനും ബീഫൊക്കെ നമ്മൾ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ പണികളൊന്നുമില്ല. ഈ ഒരു സംഭവമാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പാലൊക്കെ ഉണ്ടാക്കാനുള്ള തരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. സാബുനരിയില്ലേ, അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈ എന്താ പറയുക തിരക്കഞ്ഞി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഉമ്മാക്ക് അതൊക്കെ സില്ലിയാണ്, പെട്ടെന്ന് ആ ഒരു കറക്റ്റ് തിക്കിൽ വരും കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പോയി കിടന്നിട്ട് ഒരു അരമണിക്കൂർ പണി ഞങ്ങൾക്ക് കിച്ചണിലുണ്ട്. കാരണം തിരക്കഞ്ഞി മാത്രം ഉമ്മാക്ക് ഉണ്ടാക്കാനുള്ളൂ. ബാക്കി ജ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം സോഫയിൽ അങ്ങനെ കിടന്നു കേട്ടോ. അവിടെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് കുട്ടികളതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. 3 ആളും ഒരുമിച്ച് പിന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നീനും അവരുടെ ഇടയിൽ മൂലക്കല്ലുണ്ട് കേട്ടോ. നീനും അത് കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ ഇങ്ങനെ കുത്തിമറിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കേണ്ടത്. ഇതിനാട്ടോ ഞാൻ നേരത്തെ വരാൻ പറഞ്ഞത്. അപ്പോൾ നുജുമിനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നുജുമും വരികയാണെങ്കിൽ അപ്പോഴാണ് ആ ഒരു വൈബ് വരിക കേട്ടോ. കാരണം അവനും എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരിതാണല്ലോ. അപ്പോൾ എന്താ പറയുക, പക്ഷേ അവന് കുറച്ച് തിരക്കായതുകൊണ്ട് കുറേ പേപ്പർ നോക്കാനുണ്ട്, എക്സാമൊക്കെ കഴിഞ്ഞ് കുറേ പേപ്പറുകൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പം നുജും ഇങ്ങനെ പേപ്പർ നോക്കി മാർക്കിട്ട് കൊടുക്കും. അതൊക്കെ പിന്നെ കൂട്ടി സെറ്റാക്കുള്ളത് ഞാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ, നോമ്പ് തുറക്കാനാകുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
സംസാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഐറൂസിന് വേണ്ടി പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക നിലുവിന് ബർത്ത്ഡേ ഒക്കെ ആയപ്പോൾ നിലുവിൻ്റെ ബർത്ത്ഡേ മാർച്ച് 7-ാം തീയതി. അപ്പോൾ ആ ബർത്ത്ഡേ ആയപ്പോൾ ഞാൻ അവനൊരു എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ച് മിന്ത്രയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്താ പറയുക നല്ല നല്ല കുട്ടികൾക്കുള്ള 1 വയസ്സ് 2 വയസ്സ് പ്രായമുള്ള മക്കൾക്കുള്ള ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ ഞാൻ അപ്പോഴാണ് എൻ്റെ ഐറൂസിനും വാങ്ങണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഈ മാസം തോന്നുന്നു, എനിക്ക് മാർച്ച് മാസം തോന്നുന്നുണ്ട് മിന്ത്രൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഓഫറുണ്ട് കേട്ടോ, നന്നായിട്ടുള്ള ഓഫറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിലുവിന് വാങ്ങിയപ്പോൾ ഐറൂസിനും ഏതായാലും പെരുന്നാൾക്ക് വാങ്ങണമല്ലോ, അപ്പോൾ അവനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മോളുവിന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് മോളുവിന് അത് കാണിച്ചു കൊടുക്കണം. അത് നോക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ തുത്തു ഓൾഡതായിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ ഓണാക്കി അവിടെ ട്രൈപോഡ് അവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മക്കൾക്ക് വാങ്ങാനോ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കട്ടോ. മിന്ത്രയിൽ ഇപ്പോൾ നല്ല ഓഫറുണ്ട്, മിന്ത്രൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 കുപ്പായം ഐറൂന് വാങ്ങിയിട്ടുണ്ട്, ബാക്കി ഇനി വരാനുണ്ട്. അപ്പോൾ ഒന്നേ എത്തിയിട്ടുള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ കുറച്ചൊരു വില കുറഞ്ഞ ടൈപ്പും. പക്ഷേ എന്താ വെച്ചാൽ മിന്ത്രയിൽ എന്ത് ഡ്രസ്സ് വാങ്ങിയാലും നല്ല ക്വാളിറ്റി. നമുക്ക് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. മീഷോയിൽ നമുക്ക് അങ്ങനെ ക്വാളിറ്റി എല്ലാം അങ്ങനെ റെഡി ആയിക്കോണമെന്നില്ല, മിന്ത്രയിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവന് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ എനിക്ക് 3 കൂട്ടം ഡ്രസ്സിന് എനിക്ക് ആകെ മൊത്തത്തിൽ 700 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല 2 വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയത്. പക്ഷേ 1-2 പ്രാവശ്യം നമുക്ക് പുറത്തൊക്കെ ഇടുകയും ചെയ്യാം. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നിടാം. പിന്നെ ഒന്ന് നമുക്ക് പെരുന്നാളിൻ്റെ അന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിച്ചണിക്ക് വന്നപ്പോൾ നമ്മൾ ചിക്കൻ കറി അവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറിക്ക് തേങ്ങാപ്പാലൊക്കെ പാർന്നിട്ട് മേലെ മല്ലിച്ചപ്പും പുതിനയൊക്കെ വെതറി അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തരിക്കഞ്ഞൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സമയം ഒരു 4:30-5 മണി ആകാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പാലകം ഇതൊക്കെ ഉണ്ടാക്കി സംസാരിച്ചിരുന്നാൽ പിന്നെ ഞങ്ങളെ അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലോ, അതുകൊണ്ട് സമയം പോണത് അറിയില്ല. അപ്പം ഇനി കൂടുതൽ ഇരുന്നാൽ പിന്നെ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ പെടുക. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ വേഗം കിച്ചണിൽ എത്തി. പിന്നാലെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര പണിയില്ല എന്ന് പറഞ്ഞാലും ഉമ്മ അങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് നടക്കൂട്ടോ. അത് ഉമ്മാൻ്റെ ഒരു ശീലമാണ്. ഉമ്മക്ക് അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് കൊല്ലുന്നതിന് സമമാണ് കേട്ടോ. വീട്ടിലായാലും എന്തെങ്കിലും ഒരു ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും, അടങ്ങി നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം അവിടെ എൻ്റെ കൂടെ അങ്ങ് പിന്നാലെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ വീണ്ടും എന്നോട് വന്ന് കുറച്ച് പൈസ വാങ്ങും, അതേപോലെ തുത്തൂനോട് കുറച്ച് പൈസ വാങ്ങും. അങ്ങനെ സാധനങ്ങൾ എന്താ പറയുക, സിപ്പപ്പ് എന്തൊക്കെയോ നോമ്പ് തുറന്നിട്ട് അത് കഴിക്കാം ഇത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങി ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ച് അവിടെയൊക്കെ സെറ്റാക്കി. ഇനി ഇവിടെ വൃത്തികേടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 5-5:15 ആയപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ ഫുഡുകളൊക്കെ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നത് കേട്ടോ. റൈസ്, ബിരിയാണിയും പത്തിരിയും പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ രാവിലെ തുടങ്ങുന്നത് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതൊക്കെ അങ്ങനെയുള്ള പരിപാടി. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, ഞാൻ എപ്പോഴും പറയും നല്ല സുഖമാണ് ഉണ്ടാക്കാനെന്നൊക്കെ. പക്ഷേ ഇപ്പം എൻ്റെ മക്കൾക്കൊന്നും ഇതന്നെ ഉണ്ടാക്കാൻ ഉള്ളതെല്ലാം കഴിയുന്നത് മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുക എന്നുള്ളതായിരിക്കും അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവുക. ഓരോരോ എന്താ പറയുക ജനറേഷൻ ഗ്യാപ്പുകളാണല്ലോ ഓരോ സംഭവങ്ങൾ. നമ്മളിതിന് മുമ്പ് കുറച്ച് കാലം മുമ്പൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മൾ രാവിലെ മുതലേ പണികൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. മക്കൾക്ക് അതൊന്നും ഓർമ്മയില്ല. മക്കൾക്ക് എൻ്റെ മക്കൾക്കൊക്കെ ആയാലും ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരിക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ അവർ അതിലേക്ക് അങ്ങോട്ട് സെറ്റാവും. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല, എല്ലാം നമ്മളോരോ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോരുത്തർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പരിപാടി നല്ല രീതിയിൽ കഴിഞ്ഞ് പോകണം, അത്രേ ഉള്ളൂ. നല്ല ഉണ്ടാക്കുന്ന നല്ല സ്ഥലത്തു നിന്ന് വാങ്ങണമെന്നേ ഉള്ളൂ. നമ്മളിവിടെ മമതയിൽ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത്. ഇതുവരെ അവിടെ അങ്ങനെ ബാഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ എന്താ പറയുക നല്ല എല്ലായിടത്തും ഉണ്ട്. കൊണ്ടോട്ടി, അരീക്കോട്, പിന്നെ കോഴിക്കോട് എല്ലാം ഉള്ളൊരു സ്ഥലമാണ് മമത എന്ന് പറയുന്നത്. വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞാനെന്താ ചായക്കൂടെ പാലും ഇതൊക്കെ പറഞ്ഞുള്ള ഒരു 6 മണിയൊക്കെ ആവാനായി. അപ്പോൾ ചായയൊക്കെ തിളക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുത്തു അവിടെ കാര്യമായിട്ട് എന്താ വെച്ചാൽ അവൾ കുറച്ച് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ മഞ്ചേരിക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാം കൂടെ ഡിക്കിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് അത് കൊടുക്കാൻ മറന്നിട്ട് അതേപോലെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം വേഗം അത് നോക്കുകയാണ്. ഇനിയും ഇവിടെ വെച്ച് മറന്നു പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കുക കേട്ടോ. നല്ല നല്ല പാത്രങ്ങളാണ്. ആ ചെറിയ പെട്ടിയിൽ രണ്ടും നല്ല നല്ല അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ല 2 പാത്രങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒന്ന് ആ വലിയതുള്ളത്
മറ്റേ ഫ്ലവർ വേസും കാര്യങ്ങളാണ് കേട്ടോ. വലിയൊരു പെട്ടി ഉണ്ടായിരുന്നല്ലോ അത്. അപ്പോൾ അതൊക്കെ അവളിങ്ങനെ നോക്കുക കഴിഞ്ഞ് ഞാൻ ഇവിടെ ചായക്ക് വെള്ളം എന്താ അവിടെ ചായ ഉണ്ടാക്കി തിളപ്പിച്ച് പാല് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഞാൻ ഫ്ലാസ്കിൽ തിളപ്പിച്ച് വാർന്നു. പിന്നെ കുറച്ച് പാലും ചൂടാക്കി വെച്ചിട്ട് ഇനി പെട്ടെന്ന് ചായയൊക്കെ വേണമെങ്കിലെന്ന് കരുതിയിട്ട് അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ നോമ്പ് തുറ എന്ന് പറയുമ്പോൾ നമുക്ക് കാത്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ, എല്ലാം അപ്പക്കപ്പം ഇങ്ങനെ എത്തണമല്ലോ. അതുകൊണ്ട് തന്നെ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേന് നമ്മൾ വിളമ്പി വെക്കാൻ തുടങ്ങണം. കാരണം 6:35 ആ സമയത്ത് 39 ആ സമയത്താണല്ലോ ബാങ്ക്. അപ്പോൾ ഞാൻ ഒരു 6:10 ആയപ്പോൾ തന്നെ ഓരോന്ന് വിളമ്പി വെക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരി ഒക്കെ പാർന്ന് വെക്കാൻ കുഞ്ഞു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് നിരത്തിയിട്ടുണ്ട്. പിന്നെ പാലൊക്കെ നമ്മൾ 2 വലിയ പാത്രത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത് വിളമ്പി കഴിക്കാനുള്ള കുഞ്ഞി പാത്രം അവിടെ അങ്ങനെ കൊണ്ടുപോയി വെച്ച് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കഴിക്കില്ലേ. ചിലപ്പോൾ നമ്മൾ എല്ലാത്തിലും വിളമ്പി വെച്ചാൽ കുറേ ആൾക്കാർ ഓരോന്ന് തോണ്ടി കഴിക്കുക, അത് കഴിക്കുക, പിന്നെ നമുക്കത് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ കരുതി 2-3 വലിയ പാത്രങ്ങളിൽ വിളമ്പി കൊണ്ടുവച്ചു. ആവശ്യത്തിനുള്ളത് കുഞ്ഞു പാത്രങ്ങൾക്ക് വിളമ്പി കഴിച്ചോട്ടെ എന്ന് കരുതി അതൊക്കെ അങ്ങനെ ടേബിൾ മേൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, തരി പാരാനായിട്ട് കുഞ്ഞു കോപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലാണ് തരി വെക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ട്രൈപ്പോഡൊന്നും കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കഴിയാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തുത്താണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവൾക്കുള്ള വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. 2 ഫോണ് കൈ പിടിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോഴാണ് നീനുട്ടി എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നതുകൊണ്ട് അവളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് തുത്തു 2 ഫോൺ കൊണ്ട് നടക്കണം കണ്ടപ്പോൾ നീനു പറഞ്ഞു ഒന്ന് ഞാൻ എടുത്തോളാം, അമ്മച്ചിക്കുള്ളത് ഞാൻ എടുത്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നീനുട്ടി പിന്നെ ഫോൺ വാങ്ങി പിന്നെ നീനു ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം എന്താ പറയുക വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണിക്കുക എന്നുള്ളത് ഒരു രസമല്ലേ. അപ്പം അങ്ങനെ എടുക്കാൻ കേട്ടോ. ഞാൻ ഇതുമുനോട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുത്ത് തരികയാണെങ്കിൽ എനിക്ക് അമ്മച്ചി മുട്ടായി വാങ്ങാൻ പൈസയൊക്കെ തരേണ്ടതെന്ന്. പക്ഷേ റെയിനുട്ട വന്നാൽ പിന്നെ അവളെ ഈ വഴിക്ക് കാണൂല കേട്ടോ. പിന്നെ അവർ സംസാരമായി വർത്താനമായി അവർ ഫോണ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി പോകും. നമ്മളെടുത്ത് അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഏതായാലും നീനുട്ടി ഫോണ് ഒക്കെ എടുത്ത് സെറ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ആദ്യം കട്ട്ലറ്റാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒക്കെ കുറേശ്ശെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. കട്ട്ലറ്റ്, സമൂസ, പിന്നെ ഉന്നക്കായ് ഇന്നലെ നമ്മൾ നോമ്പ് മഞ്ചേരിക്ക് നോമ്പ് തുറക്കാൻ പോയപ്പോൾ അവിടെ ഉന്നക്കായ് ആയിരുന്നു. അപ്പോൾ അത് അവിടുന്ന് തന്നെ കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഉന്നക്കായൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴല്ലേ അധികം ടേസ്റ്റ് എനിക്ക് തോന്നുന്നു പുറത്തേനേക്കാണ്. പക്ഷേ ഇതിൽ കട്ട്ലറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ എന്താ പറയുക, സമൂസ അടിപൊളിയായിരുന്നു. കട്ട്ലറ്റ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തോ വേവാത്തൊരു പ്രശ്നം അങ്ങനെ തോന്നിയ കട്ടി കുറച്ച് കൂടുതലായ പോലെ തോന്നി. നമ്മളാകുമ്പോൾ ഇത്ര കട്ടിയിൽ ഉണ്ടാക്കില്ലല്ലോ ഹോട്ടലിൽ ഉണ്ടാക്കുന്നത്. കട്ട്ലറ്റിന് കുറച്ചൊരു ഉള്ളിൽ വേവാത്ത പ്രശ്നം തോന്നി കേട്ടോ. പിന്നെ സമൂസ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴംപൊരിയും വലിയ കുഴപ്പമില്ല. പിന്നെ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴത്തിൻ്റെ സ്നാക്സ് ഉണ്ടല്ലോ, അതും ഒക്കെ കൂടെ നമ്മൾ ടേബിൾ മേൽ 2 പ്ലേറ്റായിട്ട് അപ്പുറപ്പുറം വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ നമ്മൾ പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി, കാരണം എൻ്റെ അൻസാറിൻ്റെ ഒപ്പം 2 ഫ്രണ്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വേറെ കാര്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങായിരിക്കും. അപ്പോൾ അവർ 2 പേരുണ്ടാവും എന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ടേബിൾ മേൽ 6 പേർക്ക് ഇരിക്കാനുള്ള ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ആദ്യം ഇരുന്നോട്ടെ എന്ന് കരുതി നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ള ജ്യൂസ് സ്നാക്സൊക്കെ ഇവിടെ നിന്ന് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ സ്നാക്സും ഇങ്ങനെ ഒരു വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിച്ചണിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾക്കുള്ളത് ഡൈനിങ് ഹാളിൽ ടേബിൾ നമ്മളെ ടീപ്പോയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾ അവിടെ കഴിച്ചോട്ടെ എന്ന് കരുതി ആണുങ്ങളൊക്കെ അവിടെ മേശപ്പുറത്തും വെച്ചിട്ട് അവരവിടെ കഴിക്കുന്നുണ്ട്. പിന്നെ ആരുമില്ല, നമ്മൾ മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ മോളും പിന്നെ ഞാനൊക്കെ ഇരുന്നോളൂ. പക്ഷേ ഇന്ന് അവരൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഉണ്ട് എൻ്റെ ഹസ്ബൻഡും പിന്നെ മോളും പിന്നെ നുജൂമും പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം വന്ന 2 ആൾക്കാർ. അങ്ങനെയാണ് ഓല് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമല്ല അഞ്ഞിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഗേൾസിന് വേറെ സ്ഥലം ബോയ്സിന് വേറെ സ്ഥലം അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരു പിന്നെ അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊന്നും നോക്കാറില്ല. എല്ലാവരും ഒപ്പം കഴിക്കുക അങ്ങനെയുള്ള ആൾക്കാരാണ്. ആണുങ്ങൾ ആദ്യം ഇരിക്കട്ടെ പെണ്ണുങ്ങൾ ആദ്യം ഇരിക്കട്ടെ എന്നുള്ള സംഭവം നോമ്പിന് പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിക്കേണ്ട ഒരു ടൈമാണല്ലോ. അപ്പോൾ അവർക്കങ്ങനെ ടേബിളിൽ വെക്കുന്നുണ്ട്. അതേപോലെ ഫ്രൂട്ട്സ് ഞാൻ എന്താ പറയുക വത്തക്കയും
പിന്നെ ഞാൻ പപ്പായ ഇടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പപ്പായയും പൈനാപ്പിളും ഒരേപോലെ കളറായതുകൊണ്ട് ഞാൻ പപ്പായ അത് വേറെ വെക്കാം. നമ്മൾ പല പല കളർ 2 കളറാണല്ലോ പൈനാപ്പിളും വത്തക്കയും. അപ്പോൾ അത് രണ്ട് കളറാകുമ്പോൾ ഒരു മഞ്ഞയും റെഡും ആകുമ്പോൾ അത് വേറെ ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞ് അത് രണ്ടും കൂടി ഞാൻ ഒരു പ്ലേറ്റിലിട്ടു. 2 പ്ലേറ്റായിട്ട് മാഷയുടെ 2 തലക്കൽ വെച്ചു കേട്ടോ ഫ്രൂട്ട്സ്. പിന്നെ മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇതൊക്കെ വെറുതെ നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെ വെക്കാമെന്നല്ലാതെ ആരും നല്ലാതെ കഴിക്കില്ല ഫ്രൂട്ട്സ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ അവിടെ ഫർസയിൽ പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ഫ്രൂട്ട്സൊക്കെ ബാക്കിയാണ് കേട്ടോ. വെറുതെ നമ്മൾ അതിന് പൈസ കൊടുത്തു എന്നല്ലാതെ അധികം ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും മേശയുടെ 2 ഭാഗത്തായിട്ട് വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ ഇതുപോലെ വെച്ചെങ്കിലും പിന്നെ ഞാൻ മേശയുടെ 2 സൈഡിലായിട്ടാണ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സും സ്നാക്സും പിന്നെ തരി പാലാക്കൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒക്കെ ഒരുമിച്ചൊരു കഴിക്കണം. അതുകൊണ്ട് ബിരിയാണി നമ്മളത് പാക്ക് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒരു ദമ്മായിട്ടല്ല ഞങ്ങൾ 1.5 കിലോനാണ് ഉള്ള റൈസും ബീഫാണ് മസാലയാണ് വാങ്ങിയിട്ടുണ്ടായത്. ബീഫ് ബിരിയാണി കേട്ടോ. മമതയത്ത് എനിക്ക് തോന്നുന്നു ബീഫ് ബിരിയാണിയാണ് ഏറ്റവും ടേസ്റ്റി. പിന്നെ അപ്പോഴേക്കും ഉമ്മ എനിക്ക് അപ്പം ചുടാനുള്ള നേരം കിട്ടിയില്ല കേട്ടോ. ഞാനൊക്കെ വിളമ്പി വെക്കുന്ന തിരക്കിലായതുകൊണ്ട് അപ്പമൊക്കെ ചുട്ടത് നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മയാണ് ഒക്കെ ചുട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം പിന്നെ ഉള്ളത് നമ്മുടെ നെയ്പ്പത്തിരിയാണ്. അതൊക്കെ അവിടെ വെച്ചു. 2 പാത്രത്തിൽ കറി വെച്ചു. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് വിളമ്പുന്നതൊന്നും ലാസ്റ്റ് ആയപ്പോഴേക്ക് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടു പോകട്ടെ, നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങിയല്ലോ. അപ്പം ബീഫ് 2-3 പാത്രത്തിലൊക്കെ അതും വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി സെറ്റാക്കിയപ്പോഴേക്കും എല്ലാവരും വന്നു കേട്ടോ. വന്ന് ഇവരൊക്കെയാണ് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു കസാല എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പം മക്കൾ 3 ആളുള്ളതുകൊണ്ട് അവിടെ ഇരുത്തിയില്ല കേട്ടോ. പിന്നെ ഇവർക്ക് 3 ആൾക്കും ഇവിടെ ജ്യൂസും സ്നാക്സും ഇവിടെ ടീപ്പോയിമേൽ ഇവിടെ വെച്ച് കൊടുത്തു. ഞങ്ങൾ എല്ലാവരും അടുക്കളയിൽ കിച്ചണിൽ അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. നാനിയും നീനുട്ടിയൊക്കെ അവിടെ ഇരുന്നു. പിന്നെ നുജൂമിന് നാനിയിപ്പം ഷുഗർ കട്ടായ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജ്യൂസും വേണ്ട, നാരങ്ങ വെള്ളം വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അപ്പം അവർക്കൊക്കെ പിന്നെ ഞാൻ നുജൂമിന് നല്ല മധുരമില്ലാത്ത ഒരു ചായ കൊടുത്തു. ബാക്കിയുള്ളവർക്കൊക്കെ മധുരം ഇട്ടിട്ട് ജഗ്ഗിൽ അങ്ങനെ വേറെ കൊണ്ടുവച്ചിട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പാക്കൊക്കെ ഷുഗർ ഉണ്ടെങ്കിലും പാൽ ചായ ഉണ്ടാക്കിയാൽ മധുരം ഇടണം കേട്ടോ. അല്ലെ കട്ടൻ ചായ ആണെങ്കിൽ അങ്ങനെ പൊടിയിട്ട് ചായ അങ്ങനെ വിളിച്ച് കുടിക്കും എന്ന് പറഞ്ഞാലും ഈ പാൽ ചായ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മധുരം വേണം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ മധുരം ഇട്ട് സെറ്റാക്കി കൊടുത്തു. പിന്നെ നുജുമിന് മാത്രം മധുരമില്ലാത്ത ചായ കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ പാത്രം കിട്ട് നിരന്ന് സെറ്റായിട്ടുണ്ട്. എത്ര നമ്മൾ രാവിലെ ഒരുക്കി റെഡിയാക്കി വെച്ചാലും നോമ്പ് തുറക്കണ നേരം എന്നുള്ള ഒരു പ്രത്യേക, നോമ്പ് തുറക്കണമെന്നല്ല, ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഒരു ഫംഗ്ഷൻ ആയാലൊക്കെ ആ ഒരു സമയം ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. എന്തായാലും അതൊന്ന് എപ്പോഴെങ്കിലും അല്ലേ, ഒരു ദിവസമല്ലേ അല്ലേ, നമ്മൾ ഒക്കെ റെഡിയാക്കി എല്ലാവർക്കും അവിടെ കൊടുത്തിട്ട് ഇവിടെ എല്ലാവരും അടുക്കളയിൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ട്, അവരവിടെയും കഴിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം തരിയും പാലാക്കിയും ഈ സമൂസി കട്ട്ലറ്റും ഒക്കെ കഴിച്ച് എല്ലാവർക്കും വേറെ ഫുള്ളായതുകൊണ്ട് തന്നെ ഫുഡ് അവരാണുങ്ങൾ അവിടെ ഫുഡ് കഴിക്കുന്നതിന് ഞങ്ങൾ പിന്നെ അടുക്കളയിൽ നിന്ന് ഇവിടെ എത്തി, ബെഡിലെത്തിയിട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒന്ന് ഏസിയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതിയിട്ട് റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ എല്ലാവരും സംസാരിച്ചിരിക്കലും കളിയും തമാശയൊക്കെ ആയിട്ട് ഇവിടെ നിന്നിട്ടോ. അപ്പോൾ പിന്നെ അവർ ആണുങ്ങളൊക്കെ കഴിച്ച് എഴുന്നേറ്റിട്ടും പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഒരു 8-8:30 ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് എത്തിയിട്ടുണ്ട്. അവരൊക്കെ എഴുന്നേറ്റ് അവിടെ ഓരോ സോഫയിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ, ഒരു 8 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. അതിൽ ബിരിയാണി അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, പാലപ്പവും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നെയ്പ്പത്തിൽ എന്താ പറയുക, നമ്മൾ പത്തിരിക്ക് പകരം നൈസ് പത്തിരി ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നൈസ് പത്തിരി ചിലപ്പോൾ മെഷീൻ പത്തിരി പോലെ ആകുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, നല്ല നൈസായിട്ട് കണ്ണടി നോക്കണം വരെ ഇതിൽ കൂടെ നോക്കുമ്പോൾ അപ്പുറത്ത് കൂടെ കാണുന്നുള്ള ആ ഒരു പത്തിരി എനിക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷേ വീട്ടിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നൈസ് പത്തിരി വേണ്ട, നമുക്ക് ഈ നെയ്പ്പത്തിൽ നിന്നുള്ള സംഭവം ആക്കാമെന്ന് പറഞ്ഞാൽ അതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ നീനുട്ടി പിന്നെ പാത്രം കഴുകാൻ അങ്ങോട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പണികളുണ്ട്. അപ്പോൾ തുത്തു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ എല്ലാം ഓരോ പാത്രങ്ങളിലൊക്കെ ആക്കി എല്ലാം കഴുകാനുള്ളത് ഇങ്ങനെ നീനുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനവിടെ ടേബിൾ നന്നാക്കാം, എന്താ പറയുക, അത് മേശ തുടക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാനും നടക്കുന്നുണ്ട്. അപ്പോൾ ഐറൂസിനെയും കൊണ്ട് മോളൂരോട് ഞാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ അവൾ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്
അങ്ങനെ നിന്നിട്ടോ. പിന്നെ ടേബിളൊക്കെ നന്നാക്കിയപ്പോൾ തുത്തു ഫോണും കൊണ്ട് പായുന്നിട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്താണ് വീഡിയോ എടുക്കാൻ അവൾ പോണത്. ഞാൻ പിന്നാലെ ഫോണെടുത്ത് പായാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അൻസാർ പോയിട്ട് എല്ലാവർക്കും ഐസ് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണുള്ളത് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഐസും മാംഗോ വാനില അങ്ങനെ 3-4 ഐറ്റം ഫ്ലേവറുള്ള ഐസ് ആണ് കൊണ്ടത്. ഇവിടെ അരീക്കോട് ഫേമസ് ആണ് നമ്മുടെ മെമ്മറീസത്തെ ഐസ്. ഇവിടെയാണ് അരീക്കോട് ഉണ്ടാക്കുന്നതാണ്. അപ്പം അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറേ കാലം എക്സ്പീരിയൻസ് ഉള്ളൊരു കടയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അധികം തുത്തു ആയാലും നമ്മുടെ വീഡിയോ കാണുന്നവർ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, തുത്തായാലും ഇവിടെ വന്ന് ആദ്യം ഈ ഐസ് വാങ്ങി കഴിക്കാതെ പോവില്ല കേട്ടോ. പിന്നെ ഈ അൻസാറും അതേപോലെ തന്നെ തുത്തുവിൻ്റെ മോളൂൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന ഇതുമൂലം കൊണ്ട് പോയിട്ട് ഐസൊക്കെ വാങ്ങി കൊടുക്കലൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നുജുമിന് പിന്നെയും കുറേ പേപ്പറൊക്കെ നോക്കാനുണ്ട്, എനിക്ക് ഒരുപാട് പണിയുണ്ട് താത്ത എന്ന് പറഞ്ഞിട്ട് അവർ വേഗം തന്നെ പോയിട്ടോ. തുത്തുവിന് പിന്നെ അപ്പോഴൊന്നും പോകാൻ, ഓള് ഇവിടെ ഒരുപാട് പണികൾ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ തുത്തുവിന് പോകാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഏതായാലും രണ്ടാളും വേറെ വേറെ വണ്ടിയിലാണല്ലോ വന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഞങ്ങൾ പൊയ്ക്കോളെന്ന് പറഞ്ഞ് അവർ പോയിട്ട്. അപ്പോൾ ഇമ്മയും പോയില്ല, ഇപ്പം നുജുമും ഞാനാണ് പോയത് കേട്ടോ. ഇനി അവരെ പിന്നെയാണ് ഇപ്പോൾ വന്നതും, ഇമ്മാൻ്റെ ഒപ്പം ഇപ്പോൾ വന്നിട്ടില്ല, നുജുമ് ഞാനും വന്നപ്പോഴാണ് ഇപ്പം വന്നത് കേട്ടോ. അപ്പോൾ അവരപ്പം തന്നെ ഇപ്പം മടങ്ങിപ്പോയി. ഇവിടെ അങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ നുജുമിന് നല്ല ബിസി ആയതുകൊണ്ടാണ് അവന് പോയത് കേട്ടോ. അങ്ങനെ അത് അവരെ യാത്രയൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാവരും കൂടി ഞങ്ങളൊക്കെ ഫോണൊക്കെ എത്തി രണ്ടാളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. രാത്രി ആയാൽ പിന്നെ എൻ്റെ ഫോണിൻ്റെ ഒരു പ്രത്യേകത വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഒരു നിഴൽ പോലെങ്കിൽ കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് പുറത്തിറങ്ങി നിന്നിട്ട് പിന്നെ കുറേ നേരം ഒരു സംസാരമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ മോളൂൻ്റെ ഹസ്ബൻഡ് പോയത് കേട്ടോ. അപ്പോൾ ഐറൂനാണെങ്കിൽ ഒപ്പം പോകണം. അപ്പോൾ അങ്ങനെ അതാണ് ആ ഒരു ചടിപിടി അവിടെ കാണുന്നത്. പിന്നെ വേഗം എൻ്റെ ഹസ്ബൻഡ് അവനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്ന് വേഗം പിന്നെ തിരിഞ്ഞു നോക്കാതെ അൻസാറ് പോയിട്ടോ. അങ്ങനെ എല്ലാവരും പോയി. ഇനി അടുത്തത് തുത്തും മക്കളും ഉമ്മയൊക്കെയാണ് പോണത്. അങ്ങനെ ഞാൻ അവർ കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. പാത്രം കഴുകാനും ഇതിനൊന്നും നിൽക്കണ്ട, കുറച്ച് നേരം സംസാരിക്കാനാണെങ്കിൽ ഇവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പാത്രം മോറാനാണെങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞു. ഞാൻ മോറിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളങ്ങനെ മോറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു. അപ്പോൾ അവളിന് കുറച്ച് നേരം എന്നായിക്കോട്ടെ പാത്രമൊന്നും കഴുകുന്നില്ല, കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റൂമിലിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. ഇനി അവൾക്ക് നാളെ രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ അവൾക്ക് കോഴിക്കോട് പോകണം. മക്കൾക്ക് എക്സാം ഉണ്ട്, ലാസ്റ്റ് എക്സാമാണ് കേട്ടോ. അപ്പോൾ അവർ പോവും വേണം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറേ യാത്ര പറഞ്ഞ് തീരുന്നില്ല കേട്ടോ. ആദ്യം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ നേരം യാത്ര പറഞ്ഞിറങ്ങി, അത് കഴിഞ്ഞ് പുറത്തു നിന്നുള്ള കുറേ കലാപരിപാടികളുണ്ട് കേട്ടോ. കുറേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതവരും അങ്ങനെ പോവുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി പാത്രം കഴുകാനും വീട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വല്ലാതെ എടുത്തിട്ടില്ല, തളർന്നു കേട്ടോ. ഇത്രയൊക്കെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഒരുവിധം തളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരതാ യാത്ര പറഞ്ഞേക്കാനായിട്ട് ഞാൻ ഐറൂസിനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതും നീനുട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അവൾ ഈ വീഡിയോ എടുത്തതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി നാളത്തെ വിശേഷങ്ങളായി നാളെ വരാം. ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.